Welcome to Build on Ideas, Better Ways of Building Your Dream Home. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ മുമ്പ് ചെയ്ത 2 വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള മൂന്നാമത്തെ പാർട്ടായിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് വീട് പണിയിൽ ഇൻറ്റീരിയർ ഡിസൈനിങ് പ്ലാൻ ചെയ്യാവുന്ന സെക്കൻഡ് സ്റ്റേജിനെ കുറിച്ചാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്യാം, അതുപോലെ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന 3D പ്ലാനിനെ കുറിച്ചും അതുപോലെ 3D ഇൻറ്റീരിയർ ഡിസൈനിങ്ങിനെ കുറിച്ചും എല്ലാം പറഞ്ഞു. അതുപോലെ പ്ലാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ റിസർച്ച് ചെയ്ത് എവിടെ നിന്നെല്ലാം നിങ്ങൾക്ക് കളക്ട് ചെയ്യാം, പല മാഗസീൻസും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് കളക്ട് ചെയ്തുകൊണ്ട് ഒരു ഇൻഫർമേഷൻ എങ്ങനെ ഇൻറ്റീരിയർ ഡിസൈനറായിട്ട് ഡിസ്കസ് ചെയ്യാം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അതായത് ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ പ്ലാനിങ് സ്റ്റേജിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു സ്ട്രക്ചർ ബിൽഡപ്പ് ചെയ്തതിന് ശേഷം എങ്ങനെ ഇൻറ്റീരിയർ ഡിസൈനിങ് പ്ലാൻ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഇൻറ്റീരിയർ ഡിസൈനിങ് ഫസ്റ്റ് സ്റ്റേജിൽ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ വീട് പണിയുടെ സെക്കൻഡ് സ്റ്റേജിലാണ് നിൽക്കുന്നതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് സെക്കൻഡ് സ്റ്റേജിലുള്ള ആൾക്കാർക്ക് കൂടുതൽ സഹായകരമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. അതുപോലെ ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് സെക്കൻഡ് സ്റ്റേജിലേക്ക് കടക്കുന്നവർക്കും ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഇതിൻ്റെ അവസാന ഭാഗത്ത്. അപ്പോൾ ആദ്യം ഞാൻ സെക്കൻഡ് സ്റ്റേജിൽ നിൽക്കുന്നവരെ കുറിച്ച്, അതായത് സെക്കൻഡ് സ്റ്റേജിൽ നിന്ന് ഇൻറ്റീരിയർ ഡിസൈനിങ് പ്ലാൻ ചെയ്യുന്നവരെ കുറിച്ചാണ് ഞാനിപ്പോൾ ആദ്യം പറയുന്നത്. അപ്പോൾ സെക്കൻഡ് സ്റ്റേജിൽ ഇൻറ്റീരിയർ ഡിസൈനിങ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഇൻറ്റീരിയർ ഡിസൈനിങ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവോ അതിനകത്ത് എന്നുള്ളത് ആദ്യം ശ്രദ്ധിക്കണം. ഇൻറ്റീരിയർ ഡിസൈനിങ് പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും അതിനകത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ പ്ലാൻ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഓരോ റൂമിലും നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഫ്ലെക്സിബിലിറ്റി കുറഞ്ഞു. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ വീട് പണിയുടെ സ്ട്രക്ചർ പണിത് കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ കുറച്ച് ഫ്ലെക്സിബിലിറ്റി കുറഞ്ഞു. കാരണം നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ഭാഗം പൊളിച്ച് പണിയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല എക്സ്പെൻസ് വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇനി ശ്രദ്ധിക്കേണ്ടത്, പൊളിക്കാതെ ഒരു വീടിൻ്റെ അകത്തുള്ള സൗകര്യങ്ങൾ, നിലവിലുള്ള സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് എങ്ങനെ നമ്മുടെ ഇൻറ്റീരിയർ ഡിസൈനിങ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമുക്ക് ഇനി ചിന്തിക്കാൻ പറ്റുന്നത്. അതായത് നിങ്ങൾക്ക് പല സൗകര്യങ്ങളും ചിലപ്പോൾ കിട്ടി കാണില്ല, എന്നാലും നമുക്ക് എങ്ങനെ അതിനകത്ത് ആവശ്യമുള്ള സൗകര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ ഈ പ്ലാനിങ് സ്റ്റേജിൽ നമ്മൾ ഏത് രീതിയിൽ ഫ്ലെക്സിബിലിറ്റി അതിനകത്ത് ഇനി കൊണ്ടുവരാം എന്നതിനെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ സ്റ്റേജിൽ ഓരോ റൂമുകളും എടുത്ത് അതിനകത്ത് നമ്മളുടെ എക്സിസ്റ്റിംഗ് സ്ട്രക്ചറിനകത്ത് ഏത് രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാം എന്നതിനെക്കുറിച്ച് ഒന്ന് ഇൻറ്റീരിയർ ഡിസൈനേഴ്സൊക്കെ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞങ്ങളെ പോലെയുള്ള ഇൻറ്റീരിയർ ഡിസൈനേഴ്സ്, ഞങ്ങൾ ഇൻറ്റീരിയർ ഡിസൈനറാണ്, അതുപോലെ 3D ഡിസൈനേഴ്സും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഒരു 3D ഡിസൈൻ ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി വർക്കിംഗ് ഡ്രോയിങ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ കുറച്ച് കോസ്റ്റൊക്കെ സേവ് ചെയ്യാം. അതുപോലെ എറണാകുളത്താണ് നിങ്ങളുടെ സൈറ്റ് എങ്കിൽ ഞങ്ങൾക്ക് ഫുള്ളായിട്ട് ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തു തരാനുള്ള സൗകര്യങ്ങളുണ്ട്. ഞങ്ങൾ ഫുള്ളായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ടേൺകീ ബേസ്ഡ് ഇൻറ്റീരിയർ ഡിസൈനിങ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള സഹായങ്ങളെല്ലാം ഞങ്ങളിൽ നിന്ന് എടുക്കാം. അതുപോലെ നിങ്ങളുടെ ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പല ഡൗട്ട്സും നിങ്ങൾക്ക് ഉണ്ടാവാം. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിച്ച് സംസാരിക്കാം. അതുപോലെ മറ്റൊരു കാര്യം ചെയ്യാവുന്നത്, നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാൻ അടുത്തത് പറയാൻ പോകുന്നത് ഇതിൻ്റെ 3rd സ്റ്റേജിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇലക്ട്രിക്കൽസ് ചെയ്യുന്നതിനേക്കാളും മുമ്പായിട്ട് നിങ്ങൾ പ്ലാനിങ് ചെയ്യണം. അത് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അതിന് മുമ്പായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഫ്ലെക്സിബിലിറ്റിനെ കുറിച്ചൊക്കെയാണ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനെല്ലാം നിങ്ങൾക്ക് കേൾക്കാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ഒപ്പം സൈഡിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുമ്പോൾ ആ വീഡിയോ ഇട്ടാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വീഡിയോയിലോട്ട് വരാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റേജിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ കുറച്ചും കൂടെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും ഈ സ്റ്റേജിൽ. കാരണം ഓൾറെഡി നിങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ ആയി കഴിഞ്ഞു. അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇനി അതിനകത്ത് എന്ത് ഫിനിഷിങ് കൊടുക്കണം, ഓരോ ഭിത്തിയിലും എന്ത് കളർ കൊടുക്കണം, അല്ലെങ്കിൽ എന്ത് ഹൈലൈറ്റ് കൊടുക്കണം, ഇതെല്ലാം നമുക്ക് തീരുമാനിക്കാവുന്ന ഒരു സ്റ്റേജ് ആയി കഴിഞ്ഞു. നമ്മൾ സെക്കൻഡ് സ്റ്റേജിലാണ് നമ്മൾ പ്ലാൻ ചെയ്യാൻ തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് തുടങ്ങാം. പ്ലാൻ ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ വെച്ച് നമുക്ക് തുടങ്ങാവുന്നുള്ളൂ. എന്ത് ഫീൽ കൊടുക്കണം, എന്ത് ഫിനിഷ് കൊടുക്കണം, അതുപോലെ ഓരോ സ്ഥലങ്ങളിലും എന്തൊക്കെ ചേഞ്ചസ് എന്തെങ്കിലും വരുത്തണം എന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിൽ എളുപ്പത്തിൽ തുടങ്ങാം എന്നതിനെക്കുറിച്ചെല്ലാം നമുക്ക് പ്ലാൻ ചെയ്ത് തുടങ്ങാവുന്ന ഒരു സ്റ്റേജാണ് ഈ പറയുന്ന സെക്കൻഡ് സ്റ്റേജ്. ആ സെക്കൻഡ് സ്റ്റേജിൽ നമുക്ക് അത്യാവശ്യം ഭംഗിയായിട്ട് തന്നെ നമുക്ക് പ്ലാൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ സ്ട്രക്ചർ ആയി കഴിഞ്ഞാൽ പിന്നെ 3D പ്ലാനിനൊന്നും വലിയ അർത്ഥം വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇൻറ്റീരിയർ ഡിസൈനിങ് വ്യൂസിനെ കുറിച്ചും നെക്സ്റ്റ് ഡീറ്റെയിൽ
ഡീറ്റെയിൽ ഡ്രോയിങ്ങിനെ കുറിച്ചൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് ചിന്തിക്കാൻ പറ്റുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇൻറ്റീരിയർ ഡിസൈനിങ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സ്ട്രക്ചറൽ സ്റ്റേജിൽ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഫ്ലെക്സിബിലിറ്റി കിട്ടും എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് അതിൻ്റെ ആക്ച്വൽ മെഷർമെൻറ്റ്സും കൂടെ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മേലുള്ള ബീംസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കുറച്ചും കൂടെ വിഷ്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ഇപ്പോൾ നിങ്ങളുടെ വീട് എന്ന് പറയുന്നത് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ AC ഡക്റ്റിങ്ങോ അങ്ങനെയുള്ളതെല്ലാം മേലെ കൂടെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ ഫോൾ സീലിംഗ് ചെയ്യുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം വരുന്നുണ്ടെങ്കിൽ ആദ്യമേ പ്ലാനിങ് സ്റ്റേജിൽ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇതിന് കുറേ ഗുണങ്ങളുണ്ട്. കാരണം നിങ്ങൾക്ക് ആദ്യമേ പ്ലാൻ ചെയ്യാം. അതായത് AC ഡക്റ്റിംഗ് വരുന്നതിൻ്റെ ഇടയിൽ കൂടെ ബീം വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ബീം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീലിംഗ് ഇപ്പോൾ നിങ്ങൾ ഹൈറ്റിൽ ചെയ്താൽ പോലും ആ സീലിംഗ് അതിനനുസരിച്ച് താത്തി കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം ഒഴിവാക്കാനായിട്ട് അത് ശ്രദ്ധിക്കാം. സ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, സ്ട്രക്ചർ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഡക്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് നോക്കുമ്പോൾ അതിനകത്ത് ബീമും ഒരു തടസ്സമായിട്ട് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ സീലിംഗ് താത്തി കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വേറൊരു രീതിയിൽ ചിന്തിക്കേണ്ടി വരും. അപ്പോൾ കോംപ്രമൈസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾ പ്ലാനിങ് സ്റ്റേജ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജാണ് എപ്പോഴും നല്ലത്. എന്നാലും സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്ന ഈ സ്ട്രക്ചറൽ ഇതിൽ നിങ്ങൾക്ക് അതും പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കുന്ന രീതിയിൽ നിങ്ങൾ മാക്സിമം പ്ലാൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഒരു ഇൻറ്റീരിയർ ഡിസൈനറുടെ സഹായം തേടാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്തു ഓൾറെഡി, നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജിൽ പ്ലാൻ ചെയ്ത് സെക്കൻഡ് സ്റ്റേജിൽ വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് സെക്കൻഡ് സ്റ്റേജിൽ നിങ്ങൾക്ക് വിഷ്വലൈസിങ് കപ്പാസിറ്റി കുറച്ചും കൂടെ കൂടുതൽ കിട്ടും. നിങ്ങൾ ചെയ്തിട്ടുള്ള 3D ഡിസൈൻ ആണെങ്കിലും അതുപോലെ മറ്റ് വിഷ്വലൈസേഷൻസ് എല്ലാം ചെയ്തതെല്ലാം വെച്ച് കമ്പയർ ചെയ്തുകൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒന്ന് ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ അത് വേറെ കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രക്ചറൽ ലെവലിൽ നിങ്ങൾ ചെയ്യുമ്പോൾ അതിന് നിങ്ങൾക്ക് കുറച്ചും കൂടെ, അതായത് ആക്ച്വൽ മെഷർമെൻറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. ചിലപ്പോൾ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവാം. അതായത് നിങ്ങൾ പ്ലാൻ ചെയ്തതിനേക്കാളും കുറച്ചും കൂടെ ചെറിയ വേരിയേഷൻസ് ഒക്കെ സ്ട്രക്ചറിൽ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം വിലയിരുത്തിക്കൊണ്ട് അതിൻ്റെ ആവശ്യമുള്ള ചേഞ്ചസും കാര്യങ്ങളെല്ലാം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സെക്കൻഡ് സ്റ്റേജിൽ എന്ന് പറയുന്നത് അതിൻ്റെ ഫീലും കാര്യങ്ങളും. നമ്മൾ ഇനി ഇപ്പോൾ ഇതിൻ്റെ പ്ലാസ്റ്ററിങ് എല്ലാം ചെയ്യുമ്പോൾ അതിനകത്ത് എന്ത് ഫീൽ കൊടുക്കണം, എന്ത് ടെക്സ്ചറിങ് കൊടുക്കണം, അവിടെ നമ്മൾ പിന്നീട് എന്ത് രീതിയിൽ വേണം അതിൻ്റെ ഫിനിഷിങ് കൊടുക്കാനായിട്ട്, ഫ്ലോറിങ് എന്തൊക്കെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്, ഫ്ലോറിങ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ, സ്ട്രക്ചർ ചെയ്യുമ്പോൾ അതിൻ്റെ താഴത്തേക്കും മേലേക്കും ഹൈറ്റ് ഡിഫറൻസോ എന്തെങ്കിലുമൊക്കെ വരുത്താനുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇതും കഴിഞ്ഞ് നിങ്ങൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇലക്ട്രിക്കലാണ് പിന്നെ വരുന്ന സ്റ്റേജ്. ആ സ്റ്റേജിൽ നിങ്ങൾ കുറേ കൂടെ ഫ്ലെക്സിബിലിറ്റി കുറയാനാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇലക്ട്രിക്കൽ ചെയ്യുന്നതിനേക്കാളും മുമ്പ് നിങ്ങൾ ഇൻറ്റീരിയർ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരുപാട് കോസ്റ്റ് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിക്കൽസിനെ കുറിച്ച്, ഇലക്ട്രിക്കൽ വയറിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾ ഇൻറ്റീരിയർ ചെയ്താലുള്ള ഗുണങ്ങളും, അതുപോലെ ഇലക്ട്രിക്കൽ വയറിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞു ഇനി എന്താണ് അതിന് പ്രതിവിധി, ഇതിനെക്കുറിച്ചെല്ലാമാണ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അതിൻ്റെ സൈഡിലുള്ള ബെൽ ഐക്കോണും ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സും കമൻസും അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും മറ്റ് കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ വീട് വളരെ ഭംഗിയായിട്ട് പണിയാനായിട്ട് ഞാൻ ആശംസിക്കുന്നു. ഹാപ്പി ലിവിംഗ്.